ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 44 റിവ്യൂ ആണ്. ചിരിച്ചുല്ലസിച്ച് ആഹ്ലാദിച്ച് വന്ന് റിവ്യൂ പറയാൻ പറ്റുന്ന മൂഡൊന്നുമല്ല ഹൗസിലുള്ളത്. അങ്ങനെ ഒരു റിയാലിറ്റി ഷോ അല്ല നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇത് വേറെ റേഞ്ചിലുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് പേരൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇരയെന്നോ അതിജീവിതനെന്നോ ഒക്കെ പല ആളുകളെയും വിളിക്കേണ്ടുന്ന തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൗസിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ മനസ്സിലായിട്ടൊക്കെ തന്നെയാണോ കണ്ടസ്റ്റൻസ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്ത് കളാണ് അവിടെ. അതൊരു വല്ലാത്ത കളം തന്നെ. അതുമല്ല, ഇതുപോലുള്ള സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഇല്ലേ അച്ഛനും ആങ്ങളമാരും ഒക്കെ അനിയന്മാരൊക്കെ ഇല്ലേ, അവരെങ്ങനെ വിശ്വസിച്ച് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിലേക്ക് പോകും? ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ? ആർക്കെങ്കിലും അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ, അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്ന് ഒച്ച വെച്ചാൽ ആകെ മൊത്തത്തിൽ താറുമാറായി പോവും അവരുടെ ജീവിതങ്ങൾ. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒച്ച വെച്ച ആൾക്ക് ഗുണകരമാവുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ പ്രതികൂലമാവുന്ന രീതിയിലേക്കോ കൂടെ നിന്ന് കൈയടിച്ചവർക്കോ ആർപ്പൊളിച്ചവർക്കോ ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടന്റായി മാറും ഒരാളുടെ ജീവിതം. ചില ആളുകൾ അവിടെ അവരുടെ ഭാഗം നല്ല രീതിയിൽ അവതരിപ്പിച്ച് വിജയിക്കും. ചില ആളുകൾ അവിടെ വീണു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇത് ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആണുങ്ങൾക്കെതിരെ എന്നുള്ള രീതിയിലേക്കൊന്നും മാത്രം ഒതുക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ആണുങ്ങൾക്കെതിരെയും അതിക്രമം കാണിച്ചു എന്നുള്ളൊരു ആരോപണമൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഷോയിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു മൂഡ്. എന്താണ് അവരുടെ മൂഡ്? അവർ പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആവുന്ന ആൾക്കാരൊക്കെ ആ വീട്ടിലെങ്ങാനും എഴുതാൻ പോരും. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? നമ്മൾ എന്തിനാണ് അൺകംഫർട്ടബിൾ ആക്കുന്നത്? ബിഗ് ബോസിൻ്റെ ഈ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ സീരിയലുകളാണ് ഭേദം. കാരണം ഈ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ വലിയ കാര്യത്തെക്കുറിച്ചിട്ട് കൊടുത്ത് ടെൻഷൻ ആവുണ്ടല്ലോ. ഇതിപ്പോൾ എനിക്ക് ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് റെനെ ഇപ്പോൾ കള്ളം വല്ലതും പറഞ്ഞിട്ടുണ്ടാവുമോ? 19 വയസ്സ് തന്നെ ഉണ്ടാവുമോ കുട്ടിക്ക്? അത് 18-ൽ താഴെ വല്ലതും ആണോ എന്നുള്ളൊരു പേടി വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ വകുപ്പ് മാറിപ്പോയി. അമ്മാതിരിയുള്ള ആരോപണങ്ങളൊക്കെ അല്ലേ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇതൊക്കെ തന്നെയായിരുന്നു. റെന, ആര്യൻ, നെവിൻ ഈ 3 ആളുകളാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഹൗസിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ആളുകൾക്ക് എന്താണ് പ്രശ്നം, കണ്ടസ്റ്റൻസിന് എന്താണ് പ്രശ്നം എന്നുള്ളത് എത്തി നോക്കാനായിട്ട് മാത്രമേ പറ്റുന്നുള്ളൂ. കാരണം അവർക്ക് മൊത്തത്തിലൊരു അങ്കലാപ്പുണ്ട്. ചില ആളുകൾക്ക് കഴിച്ചിട്ട് ഇറക്കാനും പറ്റണില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇതുപോലുള്ള ഒരു സാഹചര്യം. ചില ആളുകളുടെയൊക്കെ ഒരു ഗെയിം, അവരൊക്കെ എന്ത് എത്തിക്സ് വെച്ചിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ഇപ്പോൾ ബിന്നിയുടെയൊക്കെ ഒരു ഗെയിം ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത് ഈ ദിവസങ്ങളിലാണ്. അഭിലാഷ് നിങ്ങൾ ഞെട്ടും. അഭിലാഷ് ഒരു മാന്യനാണല്ലോ, അഭിലാഷ് ഭയങ്കര ഡീസൻ്റ് ആണല്ലോ. എന്ത് ഡീസൻറ്റ്? ഈ നെവിനെ കുറിച്ചിട്ടൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ പേഴ്സണൽ ഡിസ്കഷൻസിലൊക്കെ അഭിലാഷ് എനിക്ക് തോന്നുന്നു ഈ സീസണൊക്കെ തുടങ്ങിയ ആ ഒരു ആഴ്ചകളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, നെവിൻ അങ്ങനെയാണ്, നെവിൻ ഇങ്ങനെയാണ്. അതിൽ എനിക്ക് തോന്നുന്ന ആ ഒരു ടച്ചിനെ കുറിച്ചിട്ട് പോലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നൊക്കെ വരുമ്പോഴത്തേന് അഭിലാഷ് അതിൽ നിന്നൊക്കെ വളരെയധികം സ്കൂട്ടടിച്ചോട്ടെ, അത് അഭിലാഷിൻ്റെ ഗെയിമാണ്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ലക്ഷ്മിക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിലും ലക്ഷ്മി ഇപ്പോഴും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ഒരു ക്രൂക്ക്ഡ് കഴുകനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ലക്ഷ്മി ഇതിനകത്തേക്ക് ഇടിച്ച് കയറാനായിട്ട് വല്ലാതെ നോക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് അതിൽ നിന്ന് എന്ത് മെസ്സേജാണ്, എന്ത് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. ലക്ഷ്മി അപ്പോൾ ഞങ്ങൾ ഡീൽ ചെയ്തതുപോലെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട, ഇത് വേറെ രീതിയിൽ ഡീൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ അടുത്ത് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന അബദ്ധങ്ങളാണ് പറ്റിയത്, നിൻ്റെ കേസിൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഈ ചർച്ച തന്നെ അൺവാണ്ടഡ് അല്ലേ? ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഷാനവാസ് ഉന്നയിച്ചത് എന്നുള്ളത് മാത്രം എടുത്ത് നോക്കിയാൽ പോരെ? അങ്ങനെ ഒരു അലമുണ്ടായതിനു ശേഷം പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അതിന് എന്തോരം ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പോൾ ഷാനവാസ് പറഞ്ഞതിനോട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എനിക്കതിനോട് വലിയ റെസ്പെക്റ്റ് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ വാശിക്ക് വന്നിട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും? കഴിഞ്ഞ തവണ ജിൻഡോ എന്ന ചെറുപ്പക്കാരൻ അഭിഷേക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സീസണിൽ വെച്ച് എന്തോ ചെയ്തു, തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ കുഴപ്പമില്ലാതാണ് അവസാനിച്ച് മുന്നോട്ടേക്ക് പോയത്. പിന്നെ ജിൻഡോയ്ക്ക് പിന്നെ സോറി പറയാനായിട്ട് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് കാണിച്ചാലും പുള്ളി സോറിയൊക്കെ പറയുമായിരുന്നു. ഇവിടെ ഇത് വേറെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗെയിമായിട്ട് എടുക്കുകയാണ്, ഒരാളെ തളർത്താൻ വേണ്ടിയുള്ള ഒരു ഗെയിമായിട്ട് എടുക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യേണ്ടത് റെനയുടെ ഇഷ്യൂ ആണല്ലോ അല്ലേ? റെനയുടെ കരച്ചിലും പരിപാടിയൊക്കെ എപ്പിസോഡിൽ മാത്രമായിട്ട് കാണുന്ന ആൾക്കാർ, ലൈവ് ഒന്നും കാണാത്ത ആൾക്കാർ എപ്പിസോഡിൽ മാത്രം കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? റെനയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചു എന്ന് വിചാരിക്കും. ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു ലൈവ് ഒന്നും മുഴുവനായിട്ട് കാണാത്ത ആളുകൾ വെറുതെ ഇപ്പോൾ റെനയ്ക്കൊക്കെ PR ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ, മോശമായിട്ടുള്ള PR ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരിനൊക്കെതിരെയുള്ള പരിപാടികളൊക്കെ അടിച്ചെടുക്കും. ഇപ്പോൾ അനുവിൻ്റെയൊക്കെ PR ടീം കണ്ടിട്ടില്ലേ? അവരുടെ ഏറ്റവും നല്ല PR ടീം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ ചില മോശം PR ടീമുകൾ കാണാത്ത കാര്യത്തെക്കുറിച്ചിട്ട് ചുമ്മാ അടിച്ച് കീറി വിടുമല്ലേ? അപ്പോൾ അതേപോലെ വേണമെങ്കിൽ അടിച്ച് കീറി വിടും.
കാരണം അമ്മാതിരിയുള്ള രീതിയിലുള്ള കരച്ചിലും പ്രകടനമൊക്കെ ആയിരുന്നു റെനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് ദേഷ്യം വരും. ആ കുട്ടി വിക്ടിമല്ലേ, ആ കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടല്ലേ ആ കുട്ടി അങ്ങനെ കരഞ്ഞത്. ശരിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൊച്ച് കരഞ്ഞത്? ലൈവൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അത് കൂടുതലായിട്ട് അയ്യോ വീട്ടിൽ അവർ കണ്ടാലോ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് കണ്ടാലോ, അവർ കണ്ടാലോ, ഇവർ കണ്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ എന്തിൻ്റെയാണ് പ്രശ്നം? ചിന്തയുടെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞാൽ അവർ ഈ ലൈവൊക്കെ കാണുന്നുണ്ട്, അവർ ഈ തരത്തിലുള്ള ഒരു ഗെയിമാണ് അവിടെ നടന്നത്, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഈ ചെക്കൻ ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന മിനിമം ബോധമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് ബോധമില്ലെന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുമെന്നും ഞാനിപ്പോഴും വളരെ പേടിച്ചാണ് എൻ്റെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനമല്ലേ ഇമാതിരിയുള്ള കരച്ചിലുകളൊക്കെ. എംപവേർഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? നമ്മുടെ സറൗണ്ടിങ്സും അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു ഷോയിൽ ഇമാതിരി ഇപ്പോൾ ആര്യൻ്റെ കേസ് നമുക്കറിയാലോ. അപ്പോൾ അത് അങ്ങനെ വന്ന് അയാൾ നിന്നതാണ്, അല്ലെങ്കിൽ അയാൾ ഒരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയാവുന്ന ഒരാൾക്ക് റെനിയോട് എന്തിനു ദേഷ്യം വരണം? അപ്പോൾ റെനിയോട് ദേഷ്യം വരാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്, സറൗണ്ടിങ്സിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ശരിക്കും പറയാനേ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. പല ദിവസങ്ങളിലും ആര്യനെ വിമർശിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നത്തെ ആര്യൻ്റെ ആ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് എനിക്ക് ഇനീഷ്യലി മനസ്സിലായി. കാരണം ആര്യനൊരു ഫിയറുണ്ട്. കാരണം മസ്താനി ഒനീലിന് എതിരെ ഇറക്കിയ ഒരു ഗെയിം പോലെ ഇറക്കാനായിട്ടുള്ള പ്ലാനാണോ എന്നുള്ള പേടിയുണ്ട്. കാരണം അത് ഗെയിം നടക്കുന്ന സ്ഥലമാണ്, അത് റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ ആരോപണങ്ങളും കഴിഞ്ഞ ഗെയിമിലെ അല്ലെങ്കിൽ കഴിഞ്ഞ സംഭവങ്ങളിലെ ആ ഒരു പ്രശ്നമായിട്ടൊക്കെ ആളുകൾ താരതമ്യം ചെയ്യും. അപ്പോൾ ആര്യൻ അതിനെ പേടിയോടെ സോറി പറഞ്ഞ് ഡീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഡീൽ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി. അതുവരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ റെനയ്ക്കൊരു നിർബന്ധം, ആര്യനെ കൊണ്ടൊരു സോറി പറയിപ്പിക്കണം. സോറി പറയരുത്, സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. തനിക്ക് തോന്നാത്ത, താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പേടി തോന്നിയത് ആ കുട്ടിയുടെ മൈൻഡുമായി ബന്ധപ്പെട്ട സ്വന്തം കാര്യമാണ്. നമുക്കിങ്ങനെ പേടി തോന്നിയത് നമ്മൾ അടുത്ത് വന്നപ്പോൾ ഒരാൾക്ക് പേടി തോന്നിയതിനൊക്കെ ഉള്ള ബാധ്യത കൂടി ഏറ്റെടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കൂടി പറ്റിയെന്ന് വരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരിടത്തേക്ക് ഓടി ചെല്ലുകയാണ്, നമ്മൾ കണ്ടില്ല, ഒന്ന് തട്ടി, പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു എന്നുള്ളത് പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാക്കി നമ്മൾ സോറി പറയേണ്ടതൊക്കെ ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഏതായാലും ഇങ്ങനെയുള്ള ചുമ്മാ ചപ്പളാച്ച കേസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങ് വെറുക്കും. ജെന്യുവനായിട്ടുള്ള ഒരു അതിക്രമങ്ങൾ, അതേപോലെ തന്നെ ആളുകളുടെ അത്തരത്തിലുള്ള സമീപനങ്ങൾ, അതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരിതിനെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ആക്കി കളയും, ഭയങ്കര സിമ്പിളാക്കി കളയും. ഒന്നുമല്ല, ഇതൊക്കെ ചുമ്മാ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് ആക്കി കളയും. ഏതായാലും അനീഷ് ഇതിൻ്റെ ഇടയിലേക്ക് ഇടപെടുന്നുണ്ട്. അനീഷ് എന്നിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നു, ഇവർ മുന്നേ തന്നെ പ്ലാൻ ചെയ്തതാണ്, എന്നോട് മറ്റേ റെനി ഇങ്ങനെ പറഞ്ഞായിരുന്നു വലിയ പ്രശ്നം ഉണ്ടാക്കണം, വലിയൊരു പ്രശ്നമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനീഷ് അപ്പോഴേ അത് നമ്മുടെ റെനിയോട് ചോദിക്കാൻ വേണ്ടി പോന്നു. എൻ്റെ പൊന്ന അനീഷേ, മാറ്റിപ്പിടി, എന്തുവാണ് അനീഷിൻ്റെ, എന്ത് ഗെയിമാണ്? അനീഷിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് ഗെയിമാണിത്? അനീഷ് ഭയങ്കരമായിട്ട് ഒരു ഗെയിമും ഇല്ലാതെ വെറുതെ കണ്ടതയിൽ കയറി ചാടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള സെൻറ്റൻസുകൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവില്ല കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക്. എന്ത് ഗെയിമുണ്ട്? തമിഴ് പേദം തൊമ്മൻ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് പറയാമെന്നുണ്ടെങ്കിലും ഗെയിം എന്തുണ്ട്? ഏതായാലും അനീഷ് അതിൻ്റെ ഇടയിലേക്ക് കയറുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ആര്യൻ ഇങ്ങനെ അക്ബറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ്, ജിസേലിന് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ ബിന്നിക്കെതിരെയൊക്കെ പറഞ്ഞത്, ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് കള്ളമാണ്, ആര്യൻ പറയുന്ന കള്ളമാണ് എന്നൊക്കെ ബിന്നി ആരോപിക്കുന്നു. അപ്പോൾ തന്നെ പിന്നെ അനീഷിന് വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. അനീഷ് നേരെ തിരിച്ച് ആര്യൻ്റെ അടുത്തേക്ക്, നീ കള്ളമാണ് പറയുന്നത്, നീ ഒരു നുണയനാണ്, നീ വന്നപ്പോൾ തൊട്ട് നുണയനാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് പുറകെ. അനീഷ് മാറ്റി പിടിക്കുക, കാരണം ഇവർ വേറെ ഗെയിമൊക്കെ ആക്കി. അനീഷ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവർ വേറെ റേഞ്ചിലേക്കുള്ള സാധനമൊക്കെ എടുത്ത് ഗെയിം കളിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അനീഷ് ആർക്കെതിരെ എന്ത് ഗെയിം കളിച്ചു? അനീഷ് കാരണം ആരെങ്കിലും ഒന്ന് എവിക്റ്റ് ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ അനീഷ് ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അനീഷിനെ ഇപ്പോൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അനീഷ് എന്ത് ഗെയിമാണ് കളിക്കുന്നത്? പിന്നെ ഒരു സ്നേഹം കൊണ്ട്, ആദ്യം മുതലുള്ള ഒരു ചങ്ങായി ആണല്ലോ എന്ന് വെച്ചുള്ള സ്നേഹം കൊണ്ട് നമ്മളൊക്കെ വോട്ട് ചെയ്ത് നിർത്തുന്നു. അക്ബറും ജിസയിലും എല്ലാം റെനയോട് പറയേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫൺ മൂഡൊക്കെ പണ്ടേ ഇങ്ങനെ ആയിരുന്നേ. ഇവർ പുതപ്പിനടിയിൽ ഒന്നിച്ച് കിടന്ന് അത്യാവശ്യം രസകരമായിട്ടുള്ള ഇക്കിളി കോമഡികളൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടന്ന് ഒരു കട്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏട്ടായി വന്നപ്പോൾ പേടിയായിപ്പോയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ശരിയാണ്, അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടാവാം, അൺകംഫർട്ടബിൾ ആയിക്കോട്ടെ. നമ്മൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് എത്രയോ സിറ്റുവേഷൻസ് അൺകംഫർട്ടബിൾ ആവും. അങ്ങനെ അൺകംഫർട്ടബിൾ ആവുന്ന ഒരാൾ കാരണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങോട്ട് മാറി നിൽക്കുക. അൺകംഫർട്ടബിൾ ആയി എന്ന് അയാളോട് പറയാനായിട്ടോ അയാൾ അതിൽ സോറി പറയാനായിട്ടോ ഒക്കെ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എംപവേർഡ് ആയിട്ടുള്ള ആളുകളല്ലേ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എംപവേർഡ് ആയെന്നല്ല നമ്മൾ പറയുന്നത്. അൺകംഫർട്ടബിളൊക്കെ നിങ്ങൾ തള്ളിക്കള. നിങ്ങൾക്കൊരു ട്രോമയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കുക. നിങ്ങളെ ഇൻറ്റൻഷനലി ഒരാൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കുക. നിങ്ങൾക്ക് അൺകംഫർട്ടബിളായി എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പരിപാടിയൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമല്ലേ? ഏതായാലും ആര്യൻ വലിയ ജെന്യൂനൊന്നും അല്ലാത്തൊരു സോറി പറയുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ആര്യൻ വലിയ ജെന്യൂനായിട്ടൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. അതിനോട് ഞാൻ അതിനോട് യോജിക്കുന്നൊന്നുമില്ല. ഇഫ് യു ഫെൽറ്റ് അൺകംഫർട്ടബിൾ ഐ എം സോറി, വേറെ ബാഡ് ഇൻറ്റൻഷൻ ഒന്നും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ബാഡ് ഇൻറ്റൻഷൻ ഇല്ല എന്നുള്ളത് റെനയ്ക്കും അറിയാം, പിന്നിക്കും അറിയാം, എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് പോയി കിട്ടി, നല്ലതാണ്. റെനി ഇപ്പോൾ ആ ഒരു ഗ്യാങ്ങിനൊപ്പം വളരെ ഇങ്ങനെ സേഫ് ഗെയിമൊക്കെ കളിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ, അതങ്ങ് പോയി കിട്ടി. ജിസയിലും ആര്യനും എന്നാണെന്ന് പറഞ്ഞാൽ റെനെ ഇപ്പം വലിയ കാര്യമായിട്ട് അങ്ങോട്ടേക്ക് അടുപ്പിക്കത്തില്ല. പ്രേക്ഷകർക്ക് വേണേൽ അങ്ങനെ ചിന്തിക്കാം. ഇപ്പോൾ ലക്ഷ്മിയൊക്കെ നടക്കുന്നത് പോലെ റെനയും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട് നടന്ന് ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് കയറി വരട്ടെ. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മത്സരിച്ച ആളുകൾ ഒനീൽ, റെന, ജിഷിൻ എന്നിവരായിരുന്നു. ഈ ഓടി പിടിച്ച് മത്സരിച്ച് ടൈമിനുള്ളിൽ തീർക്കുക എന്ന് പറയുന്ന പരിപാടി ഒനീലിന് വലിയ പാട് പിടിച്ച പരിപാടിയാണ്. സ്റ്റിക്കി നോട്ട്സിൽ ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് ബോർഡിൽ കൊണ്ട് ഒട്ടിക്കണം. കൃത്യസമയത്തിനുള്ളിൽ ഒട്ടിക്കുക. ഏറ്റവും കൂടുതൽ ഒട്ടിച്ച ആൾ വിജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ജിഷിനാണ് വിജയിച്ചിരിക്കുന്നത്. പിന്നെ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നു, കാറ്റ് കാര്യമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബോർഡ് സ്മൂത്ത് ആയിരുന്നതുകൊണ്ട് തന്നെ സ്റ്റിക്കി നോട്ട്സിൻ്റെ പശ അവിടെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. നാവിൽ തൊട്ടൊട്ടിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ റെന നടത്തി എന്നുണ്ടെങ്കിലും അതൊന്നും ബലം കണ്ടില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് കിച്ചണിലെ ഒരു അലമ്പാണ്. ജിഷിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള വലിയ ഒരു അലമ്പായിട്ട് വന്ന ഒരു സംഭവമായിരുന്നു. ജിഷിൻ വലിയ ആവേശത്തോടെ ക്യാപ്റ്റൻ ആയതാണ്. ജിഷിൻ എന്തോ വലിയ സംഭവം മറിച്ച് ആടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് വന്നതാണ്. ഒന്ന് കാണേണ്ടതായിരുന്നു ജിഷിൻ്റെ പെർഫോമൻസ്. ഏതായാലും കിച്ചണിൽ ഇന്ന് റേഷനൊക്കെ വന്ന ഒരു ദിനമായിരുന്നു. റേഷനൊക്കെ വന്ന സമയത്ത് ഇവർ കിച്ചൺ ടീമാണ്. അനുവിന് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അവരൊരു പ്ലാൻ ചെയ്തു, നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ അടുക്കി വെക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിറക്കി വെച്ച് കിച്ചൺ ടീം വലിയ കുഴപ്പമില്ലാതെ പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ നവീൻ വന്നിട്ട് അവിടുന്ന് മല്ലിയില പറിച്ചുകൊണ്ട് പോയത്. മല്ലിയിലൊക്കെ ആരെങ്കിലുമൊക്കെ പച്ചക്ക് തിന്നും, എനിക്കറിയത്തില്ല. പൊതുവേ കേരളത്തിലുള്ള ആളുകൾക്ക് മല്ലിയില ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടമാണ്. എന്താണെങ്കിൽ ഇയാളത് ചുമ്മാ എടുത്തുകൊണ്ട് പോകുന്നു. വല്ല മിൻറ്റ് ലീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇടയ്ക്ക് വല്ല നാരങ്ങ വെള്ളം പിഴിയാനായിട്ടൊക്കെ കൊണ്ടുപോയി വെച്ചാണെന്ന് വിചാരിക്കാം. ഇയാൾ ഈ മല്ലിയില എടുത്തുകൊണ്ട് പോകുന്നു. ഈ മല്ലിയില എടുത്തത് അതിപ്പോൾ നിവിൻ എന്തെടുത്താലും ഒരു പ്രശ്നമാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓൾറെഡി പല ആളുകളുടെയും മൈൻഡിലുണ്ട്. കാരണം നിവിൻ അമ്മാതിരി വെറുപ്പിക്കലാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കിച്ചണിൽ നിന്ന് അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകരുത് എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന ഒരു സമയത്താണ് നിവിൻ വന്നിട്ട് എല്ലാ ദിവസവും പോലെ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതവിടെ ഒരു വലിയ വിഷയമാകുന്നു. ഷാനവാസ് അതിലേക്ക് ഇടപെടുന്നു. അപ്പോൾ അനുവിന് ഒരു പിടിവാശമുണ്ട്. അനു വഴിയെല്ലാം സംസാരിക്കാം. അനു വഴി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അനുവിൻ്റെയൊക്കെ കളം പോയി, അനുവിൻ്റെ സദാചാര കളമൊക്കെ പോയി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിവിനെതിരെ ഒരു ആരോപണമൊക്കെ അനു ഉന്നയിച്ചു, എന്നാൽ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടൊന്നുമില്ല. നിവിൻ ഈ മല്ലിയിലയും വേറെന്തോ ആയിട്ട് നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോകുന്നു. അവിടേക്ക് ഷാനവാസ് വിഷയമായിട്ട് ചെല്ലുന്നു. ഈ മല്ലിയില പിടിച്ച് വലിക്കുന്നതിനിടയിൽ അശ്രദ്ധമായിട്ട് പാത്രം തെറിച്ച് തട്ടിക്കളയുന്നു. അത് പൊട്ടുന്നു. വൻ വിഷയം. നെവിനും അതേപോലെ തന്നെ ഷാനവാസും കൂടെ വൻ വിഷയം. അങ്ങോട്ടും ഇങ്ങോട്ടും നെവിൻ ഗുണ്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഷാനവാസിനെ. രുദ്രൻ കളിക്കുന്നു എന്നൊക്കെ പറയുന്നു. ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു എന്നൊക്കെ ആരോപിക്കുന്നു. അപ്പോൾ അതിനിടയിലേക്ക് അനീഷ് ഇങ്ങനെ കുത്തിക്കയറി കണക്കിന് കൊടുത്തു. നെവിൻ അനീഷിനിട്ട് നന്നായി. അനീഷിനിട്ട് കണക്കിന് കൊടുത്തു. അനീഷ് എന്തറിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്നത്? ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നത് എന്തിനാണ് അനീഷ്? അനീഷ് എന്തെങ്കിലും സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യേ? വിഷയമല്ല ഉദ്ദേശിക്കുന്നത്. അനീഷ് എന്തുവാണ്, എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ സുപ്രഭാതം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും. ഞാൻ ഈ സൈഡിൽ കസേരയിൽ ഇരുന്നാൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും. ഞാൻ ഒരു കാര്യം 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ക്യാമറ അത് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ 1ാം ക്ലാസ്സിൽ കുഞ്ഞു പിള്ളേർ കാണിക്കുന്ന ഗെയിം പ്ലാനായിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനമൊക്കെ. നെവിൻ ഏതെങ്കിലും രീതിയിൽ എവിടെ നിന്നെങ്കിലും ഒരു അടി കിട്ടേണ്ടതാണ്. കാരണം എപ്പോൾ നോക്കിയാലും ഒരു തീറ്റ, എപ്പോൾ നോക്കിയാലും സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു. അതേപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇരിക്കുന്ന സമയത്ത് പോലും ഇയാൾ തീറ്റയാണ്.
അതേപോലെ ലിവിങ് റൂമിൽ അപ്പോൾ വന്നാലും ഇയാൾ തീറ്റ, എപ്പോഴും തീറ്റ, എന്തെങ്കിലുമൊക്കെ. അതൊരു ഗെയിമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്. അങ്ങനെ ഒരു ഗെയിം, ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരു ഗെയിം. ഇപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നെവിൻ അങ്ങനത്തെ ഗെയിമൊന്നുമില്ല, വിശപ്പും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഇല്ല. വേറെ ഒന്നുമില്ല എങ്കിൽ എന്നും വിശപ്പാണ്. ഇതിലൊരു കണ്ടൻറ്റ് പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി അതിനകത്തൂടെ എന്തോ പുറത്ത് എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളെന്നോ അങ്ങനെയൊക്കെയുള്ളൊരു പേര് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല വേറെ എന്ത് ഗെയിനാണ് പുള്ളിക്ക് ഇതിനകത്തുള്ളത്. കാരണം സമാധാനമായിട്ട് ഒന്നും തിന്നാനായിട്ട് പറ്റാറുമില്ല. ഇവിടെ തൊട്ടാണ് ഷാനവാസും ആദിലയും നെവിൻ്റെ ആ ഒരു ബിഹേവിയറിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. നെവിൻ എന്തോ ഒരു ടച്ച്, ബാഡ് ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ടച്ച് ഷാനവാസിൻ്റെ അടുത്ത് കാണിച്ചു. ഷാനവാസ് അത് നോ എന്നൊക്കെ പറഞ്ഞെന്നുള്ളതാണ് നോമിനേഷനിൽ നമ്മൾ കണ്ടത്. ഇതിനു മുന്നേ തന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടുള്ള സംസാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അനീഷിൻ്റെ ഉപദേശം ഷാനവാസിനോടുള്ളതുണ്ടായിരുന്നു. ഷാനവാസ് നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഏട്ടൻ പറഞ്ഞു തരുന്നത് പോലെ അനീഷ് പറഞ്ഞു തരുന്നതിനെ കേട്ടു. പിന്നീട് മറ്റേ കിച്ചണിൽ വേറൊരു ഇഷ്യൂ, കുറച്ച് മട്ടൻ കറിയുണ്ട്, ചപ്പാത്തിയുണ്ട്, ചോറുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ചപ്പാത്തിയും കിഴങ്ങ് കറിയും, അല്ലാത്ത ആളുകൾക്ക് ഒരു പീസ് മട്ടണും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജിഷിന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. റെനയ്ക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നുള്ള പിടിവാശിയായി. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടി. അതിനെക്കുറിച്ചിട്ട് എന്ത് അഭിപ്രായം നമ്മൾ പറയാനാണ്. ഇതിനുശേഷം ബിഗ് ബോസ് നോമിനേഷൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. 2 ഓപ്ഷനാണ് കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത്. 8 പേര് ഓപ്പൺ നോമിനേഷൻ ചെയ്യണം, 8 പേര് കൺഫെഷൻ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്യണം. അതിലെടുത്ത് പറയുന്നുണ്ട് ഗെയിമിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആളുകളെ പറയണം എന്നൊക്കെ ഉള്ളത്. അനീഷിന് നോമിനേഷൻ ഇല്ല, നോമിനേഷൻ പവർ എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അനീഷിൻ്റെ ഒരു ചെറിയ വാഗ്വാദം സംസാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അനീഷ് പറഞ്ഞു എനിക്ക് ഇവരുടെ പ്രഹസനങ്ങളൊന്നും കണ്ടുപിടിയിരിക്കാൻ പറ്റത്തില്ല, ഞാൻ പോവുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നോമിനേഷൻ പവർ ഇല്ല എങ്കിലും ആ ഒരു സോഫയിൽ അനീഷ് ഇരിക്കൂ എന്നുള്ളത്. അപ്പോൾ അനീഷ് ഇരിക്കുകയാണ്. അപ്പോൾ ജിഷിൻ സാബുമോനെയും ലക്ഷ്മിയാണ് പറയുന്നത് ഓപ്പൺ നോമിനേഷനാണ്. ഇപ്പോൾ സാബുമോനെ എന്തിനാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം, ഗെയിമിലൊട്ടും ആക്റ്റീവ് അല്ല. ലക്ഷ്മിയെ കുറിച്ചിട്ട് നമുക്കറിയാമല്ലോ എന്ത് റീസണാണ് ഇപ്പോൾ പറയേണ്ടത്. അപ്പോൾ ലക്ഷ്മി ആ ഒരു ഇഷ്യൂവിൽ ഇടപെട്ട ഒരു രീതിയെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. നൂറ ക്ലോസ് നോമിനേഷനാണ്. അപ്പോൾ നെവിനെ കുറിച്ചിട്ടും ലക്ഷ്മിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ആദില ഓപ്പൺ നോമിനേഷനാണ് നടത്തിയത്, നെവിനെ കുറിച്ചിട്ടും ലക്ഷ്മിയെ കുറിച്ചിട്ടും പറയുന്നു. അപ്പോൾ അതിനകത്ത് ആദില പറയുന്നത് ഷാനവാസ് പറഞ്ഞു, പ്രവീൺ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദില പറയുന്നത്. ഈ നെവിൻ്റെ ചില ടച്ചൊക്കെ അവർക്ക് അൺകംഫർട്ടബിളായി, പ്രവീണും അൺകംഫർട്ടബിളായി എന്നൊക്കെ ഉള്ളതാണ്. ഭയങ്കര ക്ലോസ് ആയിട്ട് ആളുകളോട് ബോഡി ടച്ച് ചെയ്ത് ഇടപെടുന്നു. ആ ഒരു ആരോപണം ശരിക്കും പറഞ്ഞാൽ ഉന്നയിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പ്രവീൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രവീൺ സംസാരിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ആരെക്കുറിച്ച് പറയുന്നത്, ഷാനവാസിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഷാനവാസ് സംസാരിക്കട്ടെ. അതൊരു ആരോപണം മാത്രമാണ്, അത് തെളിയിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉന്നയിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് അതിലേക്ക് വന്നിട്ട് ഇവരെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കതൊട്ടും യോജിക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് ലക്ഷ്മി ഓപ്പൺ നോമിനേഷനായിരുന്നു. സാബുമാനെയും ആദിലയും പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്, നെവിനെതിരെ ഒരു അലിഗേഷനൊക്കെ ആദില നടത്തി. അത് ശരിക്കും ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ചെയ്തതിനേക്കാളും തീവ്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. അക്ബർ, ആദില, ലക്ഷ്മി എന്നിവരെ നോമിനേറ്റ് ചെയ്യുന്നു. സെയിം റീസണൊക്കെ തന്നെയാണ്. ഒനിൽ ക്ലോസ് നോമിനേഷനാണ്. ബിന്നി ആൻഡ് റെന, മറ്റേ ആര്യനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ ആര്യനുമായിട്ടുള്ള ഇഷ്യൂവിൽ റെനയുടെ ഒരു റോള്, അതേപോലെ തന്നെ ബിന്നിയുടെ ഒരു കടന്ന് വരവ്, ബിന്നി ആ ഒരു പ്രശ്നത്തെ പെരുപ്പിച്ചത്, അതൊക്കെയാണ് പറയുന്നത്. അനു ഓപ്പൺ നോമിനേഷനാണ്. സാബുമാൻ, ആര്യൻ എന്നിവരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജിസേലിൻ്റെ നിഴലാണ് എന്നുള്ളത്. ഈ നിഴൽ പരിപാടിയൊക്കെ നിർത്തേണ്ട ഒരു സമയം കഴിഞ്ഞു. കാരണം ജിസേൽ ഇപ്പോൾ ആര്യൻ്റെ നിഴലായിട്ടാണ് നടക്കുന്നത്. കാരണം ജിസേലിന് വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ആര്യനാണ് ആൾക്കാരെല്ലാം വെറുപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഓരോരോ വിറ്റുകൾ ഒപ്പിക്കുകയും ചെയ്യുന്നത്. റെന ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. നെവിനെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഷാനവാസ് ഓപ്പൺ നോമിനേഷനാണ്. ലക്ഷ്മിയെയും നെവിനെയും നോമിനേറ്റ് ചെയ്യുന്നു. നെവിൻ ഷാനവാസിനോട് മോശമായി ബിഹേവ് ചെയ്തിട്ടുണ്ട്, ബോഡിയിൽ മോശമായി ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ആര്യൻ ക്ലോസ് നോമിനേഷനാണ്. റെന അൺകംഫർട്ടബിളായി എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ബിന്നിയുടെ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ബിന്നിക്ക് ഒപ്പീനിയൻ ഇല്ല എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്, സ്വന്തമായിട്ടൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് ആര്യൻ പറയുന്നത്. ഈ പറഞ്ഞത് കൺസിഡർ ചെയ്യേണ്ട, ആര്യൻ പല സമയത്തും ഗെയിമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ ചില ഒപ്പീനിയൻ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അഭിലാഷ് ഓപ്പൺ നോമിനേഷനാണ്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഷാനവാസിന് മുന്നേ ഫീൽ ചെയ്തിട്ട് ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ നെവിൻ പുറത്തു പോയപ്പോഴത്തേക്ക് കോംബോ കണ്ടന്റ് പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുകയും ചെയ്തു. അത് എന്തർത്ഥത്തിലാണ് എന്നൊക്കെ ഉള്ളത് അഭിലാഷ് ചോദിക്കുകയാണ്. ജിസേൽ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല, ഹൗസിൽ കൊടുത്ത ക്യാപ്റ്റൻ ഡ്യൂട്ടി ഒന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. സാബുമാൻ ക്ലോസ് നോമിനേഷനാണ്. റെന ആൻഡ് ആര്യൻ എന്നിവരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ വീണ്ടും പറയുകയാണ് അനു, അതേപോലെ തന്നെ റെന,
ബിന്നി എന്നിവരുടെ അടുത്ത് ഈ ഡബിൾ മീനിങ് സംസാരിച്ചിട്ടുണ്ട് ആര്യൻ ഒരു അഴുക്കപ്പയലാണ് എന്നുള്ളതാണ് അവരുടെ സംസാരത്തിൻ്റെ ധ്വനി. ജിസേൽ ക്ലോസ് നോമിനേഷനാണ് നടത്തിയത്. റെനയുടെ കാര്യത്തിൽ ജിസേൽ ഷോക്ക്ഡായി പോയി. കാരണം കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം ആര്യനെതിരെ ഉന്നയിക്കുമെന്ന് വിചാരിച്ചില്ല. കൂടെ ഇരുന്ന് കുറേയധികം കോമഡികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കട്ടിലിൻ്റെ മുകളിൽ പുതപ്പിനടിയിൽ അവരെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുണ്ട്. വളരെ ഡേർട്ടി ഗെയിമാണെന്നൊക്കെ ഉള്ളതാണ് റെനയുടെ ഗെയിമിനെ കുറിച്ചിട്ട് ജിസേൽ പറയുന്നത്. പിന്നെ ബിന്നിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇൻസെക്യൂർ ലേഡിയാണ്, കുത്തിത്തിരിപ്പുണ്ട് എന്നൊക്കെ ഉള്ളത് പറയുന്നു. നെവിൻ അപ്പോൾ വരുന്നു, ആദിലെ നോമിനേറ്റ് ചെയ്യുന്നു. ലവ് ലാംഗ്വേജ് മനസ്സിലാവാത്ത ആദില പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നൊക്കെ നെവിൻ പറയുന്നു. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഫാദർലി ടച്ച് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു അച്ഛൻ മകനെ തൊട്ടാൽ അതിനെപ്പോലും നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. അപ്പോൾ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയാണ്. കഴിഞ്ഞ വീക്കിലെ ടാസ്കിൽ പരാജയപ്പെട്ടതുകൊണ്ട് നോറ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. ബിന്നി, ആദില, ഷാനവാസ്, നെവിൻ എന്നിവർ 3 വോട്ടുകളോടെ നോമിനേറ്റഡായി. സാബുമോൻ, റെന എന്നിവർ 4 വോട്ടുകൾ, ലക്ഷ്മിക്ക് 5 വോട്ട്. അപ്പോൾ ലക്ഷ്മി വീണ്ടും ഈ നെവിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ലക്ഷ്മി പറഞ്ഞു ഇത് മസ്താനിയുടെ പോലത്തെ ഇഷ്യൂ അല്ല. ശരിക്കും മസ്താനിയുടെ ഇഷ്യൂ കുറച്ചും കൂടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്, കുറച്ചും കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. ഇത് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ്. വീണ്ടും റെന അലമുറയിട്ട് കരയുകയാണ്. ആര്യൻ കുറേയൊക്കെ എന്തൊക്കെയോ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. അവർ ഒരുമിച്ച് അവിടെ ഇരുന്ന് കഥ പറഞ്ഞത് കട്ടിലിൽ കിടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. റെനയ്ക്ക് ഇപ്പോൾ ഭയങ്കര എന്തോ ഒരു കുറ്റബോധമോ വേദനയോ അല്ലെങ്കിൽ എല്ലാവരും കേൾക്കുമോ എന്താവും എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്ന ഒരു ആദിയും വ്യാധിയും അങ്കലാപ്പും അതിൻ്റെ ഒരു അലമുറയിടലൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. എനിക്കതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല. മൊത്തത്തിൽ ഒരു അവിഞ്ഞ കളമാണ് ബിഗ് ബോസ് സീസൺ 7 നിലവിലത്തെ ഹൗസ്. നാളെ ഇപ്പം ചലഞ്ചേഴ്സ് വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് ചുമ്മാ ഗെയിമാണോ ഗെയിം അല്ലയോ എന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതൊരു ഗെയിമായിട്ട് മാത്രം അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് ഇതിനെ അവർ വളരെ മോശമായിട്ട് ഈ ആരോപണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ അവർ കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കും? അൺകംഫർട്ടബിളായി, ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു അൺകംഫർട്ടബിൾ അല്ലേ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സ്ത്രീക്കും പുരുഷനും അവിടെ അടുത്തിടപെടാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ പുരുഷന്മാർക്ക് ആകെ അവിടെ അടുത്തിടപെടാനായിട്ട് പറ്റുന്ന ഒരാളേ ഉള്ളൂ, ജിസേൽ ഒരു ആരോപണം ഉന്നയിക്കത്തില്ല എന്നുള്ളത് അവർക്ക് കൺഫേമാണ്. അവർ അതുകൊണ്ട് ജിസേലുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ വെച്ച് മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വെച്ചവർ മിടുക്കന്മാർ എന്നുള്ളത് പറയും. അല്ലാതെ അവരൊന്നും മൊണ്ണകളായിരുന്നില്ല, അവരാണ് മിടുക്കന്മാർ. ഈ പറയുന്ന മൊണ്ണകളെന്ന് വിളിച്ച അനുവായിട്ടോ ബിന്നിയായിട്ടോ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് റെനയൊക്കെ ആയിട്ട് സൗഹൃദം വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പെണ്ണ്, അൺകംഫർട്ടബിൾ, വയ്യ, വീക്ക് എന്ന് പറയുന്ന ആ ഒരു ജെൻഡർ കാർഡ് എടുത്തിട്ടങ്ങ് കളിക്കും. അതുവരെ ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാർഡ് അങ്ങ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അവർ അൺകംഫർട്ടബിളും ഈ പറയുന്ന മെയിൽ കണ്ടസ്റ്റൻറ്റ് അൺകംഫർട്ടബിൾ ആക്കിയ ആളും മറ്റേ ഇരയും വെട്ടക്കാരനും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കും. സോറി പറയണം, സോറി പറയാതെ പറ്റില്ല, സോറി പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരനായല്ലോ. അപ്പം അങ്ങനെയുള്ള ചീപ്പ് നമ്പറുകളൊക്കെയാണ്, വെറും ചീപ്പ് കുറേ കണ്ടസ്റ്റൻസ്. ഈ സീസണിലെ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം തൊട്ട് സംസാരിക്കുന്നതാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.